ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ള വീടാണ്. നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ഹോം ടൂർ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ള വീടാണോ എന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെയിലിന് വേണ്ടിയിട്ടുള്ള വീടാണ്. വളരെ മനോഹരമായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു വീടാണ്. ഈ ഒരു വീട് 1470 സ്ക്വയർ ഫീറ്റിൽ 6 സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ പേരൂർ തട്ടാർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാവിധ നമ്മുടെ തൊട്ടടുത്തായിട്ട് 2 കിലോമീറ്റർ ഡിഫറൻസിൽ TKM എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു ഫേമസ് കോളേജാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. അതിൻ്റെ 2 കിലോമീറ്റർ അടുത്തായിട്ടാണ്. ഇവിടുന്ന് ഒരുപാട് എല്ലാ രീതിയിലും നമുക്ക് യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. വെൽക്കം ടു അവർ ചാനൽ. ഇതാണ് കേട്ടോ വീടിൻ്റെ ഗേറ്റ്. കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ്. ഇതിങ്ങനെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനും ഒരു സൈഡ് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ ആ ഒരു സൈഡ് വ്യൂ ആണിത്. ഫ്രണ്ടിലായിട്ടിങ്ങനെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇത് 3 BHK ആണ് കേട്ടോ. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഈ ഒരു കോർണർ പോർഷനിലായിട്ടാണ് കിണർ വന്നിട്ടുള്ളത്. നല്ല വെള്ളമുള്ള കിണറാണ്. ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരെ പൈപ്പ് ലൈനും വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് വീടിൻ്റെ സൈഡ്സും ബാക്കും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല മഴ സമയത്താണ്. ഇപ്പം നമുക്ക് എല്ലായിടത്തും നല്ല മഴയാണല്ലോ. അപ്പോൾ ഒരു മഴ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് ഒരു സൈഡ് പോർഷൻ. ഇവിടെ മഴയാണെങ്കിലും വേനൽ ടൈമിലൊക്കെ നല്ല വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മറ്റൊരു സൈഡ്. ഇവിടെ ഇങ്ങനൊരു മതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മറച്ചിട്ടാണ് നമ്മുടെ ഒരു അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അവിടെ തുണിയിടുന്ന കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് മെറ്റൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു സൈഡാണിത്. ഇവിടെ നമുക്ക് 4 കാറോളം പാർക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്രയും സ്പേസിലാണ് കേട്ടോ മുറ്റത്ത്. ഈ ഒരു 2 സൈഡിലും 2 കാർ വെച്ചിട്ട് 4 കാറോളം പാർക്കാനുള്ള സ്പേസിലാണ് മുറ്റം ചെയ്തിട്ടുള്ളത്. നമ്മൾ 6 സെൻറ്റ് പ്ലോട്ടിലാണെങ്കിലും അത്യാവശ്യം നമുക്ക് എല്ലാ സൈഡിലും സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിനൊരു പോളിഷിങ്ങിൻ്റെ ബാക്കിയുണ്ട് ഇൻ്റർലോക്കിങ്ങിന്. അതും കൂടി ഫിനിഷ് ചെയ്തായിട്ടായിരിക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തരുന്നത്. പിന്നെ നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോവാം. ഉള്ളിലേക്ക് കയറുമ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡോർ തന്നെയാണ്. മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. നല്ലൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ലിവിങ് ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് HDHMR ആക്ഷൻ ടെസ ബോർഡിലാണ്. നല്ല ഒരു ഫിനിഷിങ്ങിലും നല്ല ഭംഗിയിലുമാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് CNC കട്ടിംഗ് വർക്കും ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതും HDHMR തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇങ്ങനൊരു പാർട്ടീഷൻ വന്നിട്ട് ഈ ഒരു 2 സൈഡിൽ നമുക്ക് റൂംസും കിച്ചണും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ ഏരിയ വരുന്നത്. ഈ ഒരു സ്റ്റെയർ ഏരിയയുടെ താഴത്തെ പോർഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഡൈനിങ്ങിൽ ഭയങ്കര കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാഷ് ഏരിയ കൊടുക്കാതെ ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇൻവെർട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെക്കാനും നല്ല കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. ഇതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 11/10 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ വീടിൻ്റെ ഓണർ NRI ആണ്. അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ്. സാധാരണയായിട്ട് നമ്മൾ സെയിലിനുള്ള വീടുകൾ കാണുമ്പോൾ ഒരുപാട് ഡ്രോബാക്സ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് വജ്രം ടൂൾ കിറ്റാണ്. സിമെൻ്റ് ആണെങ്കിൽ JSW, റാംകോ, ഡാൽമിയ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്വിച്ചസ് ആയാലും ഇവിടുത്തെ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് ആയാലും ഒക്കെ തന്നെ നല്ല വാറണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വീട് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ തിരക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടുത്തെ ക്വാളിറ്റിയും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂംസിലായാലും കിച്ചണിലായാലും എല്ലായിടത്തും സ്വിച്ചസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്രൻ്റെ ആണ്. കേബിൾ യൂസ് ചെയ്തിരിക്കുന്നത് V-Guardൻ്റെ ആണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ നല്ലൊരു ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നു. വിത്ത് ഗ്ലാസോട് കൂടിയിട്ടുള്ളൊരു ഡോറാണ് ചെയ്തിരിക്കുന്നത്. പ്ലാവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഈ ഒരു കബോർഡ്സ് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ആക്ഷൻ ടെസ HMR ബോർഡിലാണ്. ലോഫ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ലോഫ്റ്റും ചെയ്തിരിക്കുന്നു. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആഷ് ആൻഡ് വുഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കിച്ചൺ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വർ ബ്രാൻഡിൻ്റെ ആണ്. ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടിയുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നിടത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തുണി ഇടുന്ന കല്ലും ആ കാര്യങ്ങളൊക്കെ വരുന്നത്. വെളിയിലോട്ട് ഇറങ്ങുന്നിടത്തും നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ റൂമും ഹാളും ഒക്കെ കാണാം. മുകളിലേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ജാളി വർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തും ഇവിടെയായിട്ട് ഇങ്ങനെ ജാളി വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് അതുകൂടി കാണാം. റൂമിൻ്റെ സൈസ് വരുന്നത് 11/12 ആണ്. ഇവിടെയും നല്ലൊരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞു. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഇങ്ങനെയുള്ള വീടുകൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് പേര് കാണും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 65 lakhs ആണ്. 6 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 1470 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തന്നെ കൊടുത്തിരിക്കാം. സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ പേരൂർ തട്ടാർകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ TKM കോളേജിന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഉള്ളൊരു സൈറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അതുപോലെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് എല്ലാം ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.